Dear students, ഇത് എൻ്റെ ചാനലിൻ്റെ ഒരു പുതിയ പ്ലേലിസ്റ്റ് ആണ്. ഈ പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക KTUവിൻ്റെ S4 ഇലക്ട്രോണിക്സിൻ്റെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് എന്ന സബ്ജക്റ്റിൻ്റെ ലെക്ചർ സീരീസ് ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളും ഫിഫ്ത്ത് മൊഡ്യൂളും കമ്പ്യൂട്ടർ ആർക്കിടെക്ചറും സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾസ് മൈക്രോ കൺട്രോളേഴ്സും ആണ്. ഈ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എവിടെ നിന്നാണ് ഈ ഡേറ്റാസൊക്കെ വരുന്നത്, ഇൻ്റർനെറ്റിൽ നിന്ന് എങ്ങനെ ഈ ഡേറ്റാസ് ഇതിലേക്ക് എത്തുന്നു, ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇത് ആരാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കൂടുതലായിട്ട് വരുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോഴേക്കും മനസ്സിലാവും. ഈ സബ്ജക്റ്റിൽ നമുക്ക് ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു എക്സിക്യൂട്ട് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയാം. ഇതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം ആണ്. അപ്പം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മെയിനായിട്ട് 3 ഫങ്ഷണൽ പാർട്സ് ആണുള്ളത്. ഒരു പ്രോസസ്സർ ഉണ്ട്, മെമ്മറി ഉണ്ട്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. പ്രോസസ്സറിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയാം. ഇവിടെയാണ് ശരിക്കും ആക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സിംഗിൾ ഡിവൈസ് അല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് ഹാർഡ് ഡിസ്ക്, CD, DVD, RAM, ക്യാഷ്, L1, L2, L3 ഇതൊക്കെ എന്താണ്? മെമ്മറിയുടെ പാർട്സ് ആണ്. ഈ മെമ്മറിയിലാണ് പ്രോഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സറാണ് ആക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? പ്രോസസ്സറാണ് ഈ പ്രോഗ്രാംസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എവിടെ നിന്നാണ് വരുന്നത്? മെമ്മറി അല്ലേ? മെമ്മറിയിലാണ് ഈ പ്രോഗ്രാംസും ഡേറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പ്രോസസ്സർ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ IOയുടെ ഫംഗ്ഷൻ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ വെളിയിലുള്ള ഡിവൈസസിലേക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് ഈ പ്രോസസ്സർ തന്നെ നോക്കാം. പ്രോസസ്സറിനകത്ത് മെയിനായിട്ട് 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ആണുള്ളത്, ALUവും CU. അപ്പോൾ ALU എന്ന് പറയുന്നത് എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. CU എന്ന് വെച്ചാൽ എന്താണ്? കൺട്രോൾ യൂണിറ്റ് അല്ലേ? അപ്പോൾ ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം, ഡേറ്റയിലുള്ള എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത് ALUവിലാണ്. ഈ ALUവിനെ, ഈ പ്രോസസ്സിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ്. നമ്മുടെ ലേണിംഗ് ആദ്യം നമുക്ക് ALUവിൽ സ്റ്റാർട്ട് ചെയ്യാം. ALU എന്ന് വെച്ചാൽ എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ഇവിടെയാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ഷിഫ്റ്റ്, റൊട്ടേഷൻ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഈ ALU എന്ന് പറയുന്നത്. അപ്പോൾ ALUവിന് ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡേറ്റ വേണം അല്ലേ? ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? മെമ്മറിയിൽ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മെമ്മറിയിൽ എങ്ങനെയാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെമ്മറിയിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ഏത് ഫോമിലാണ്? ബിറ്റ്സ് ആയിട്ടാണ്, ബൈനറി ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ബൈനറി ഡിജിറ്റ്സ് ആയിട്ടാണ് ഡേറ്റാസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഡിജിറ്റലിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു മെമ്മറിയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്താണ്? 1 ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റോർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റോർ ചെയ്യുന്ന ഒന്നെങ്കിൽ 0 സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ 1 ആയിരിക്കും സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് 1 ബിറ്റ് ഇൻഫോർമേഷൻ മതിയെങ്കിൽ, സ്റ്റോർ ചെയ്താൽ മതിയെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് 8 ബിറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യണമെങ്കിലോ 8 ഫ്ലിപ്പ് ഫ്ലോപ്സിനെ ചേർത്ത് ഉപയോഗിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ നമ്മൾ ചേർത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു? രജിസ്റ്റർ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റാസ്, ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെമ്മറി. അപ്പം മെമ്മറിയിൽ ഈ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈനറി ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ബൈനറി ഡിജിറ്റ് ആയിട്ടാണ് ഇൻഫർമേഷൻസ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെമ്മറിയിൽ എങ്ങനെയാണ് ഈ ബൈനറി നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്പറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത്. മെയിനായിട്ട് നമ്പേഴ്സ് 2 ടൈപ്പാണ്. അൺസൈൻഡ് നമ്പേഴ്സും ഉണ്ട്, സൈൻഡ് നമ്പേഴ്സും ഉണ്ട്.
അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് നമ്മൾ അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സൈൻഡ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലോ ഇറ്റ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ രണ്ടും ആകാം അല്ലെ. ഇപ്പൊ ALU എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് നമ്പറിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ? അല്ല. ALU എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് നമ്പറിന്റെയും നെഗറ്റീവ് നമ്പറിന്റെയും ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ നടക്കുമ്പോൾ എന്താണ്? പോസിറ്റീവ് നമ്പറിൽ മാത്രമാണോ ചെയ്യുന്നത്? അല്ല, പോസിറ്റീവ് നമ്പറിലും നെഗറ്റീവ് നമ്പറിലുമാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സൈൻഡ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ ആണ് പഠിക്കേണ്ടത്. സൈൻഡ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 3 പ്രൊപ്പോസ്ഡ് മെത്തേഡ്സ് ആണുള്ളത്. നമ്മൾ ഡിജിറ്റലിൽ പഠിച്ചാണ്. സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്, 1's കോംപ്ലിമെന്റ് മെത്തേഡ്, 2's കോംപ്ലിമെന്റ് മെത്തേഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ അതിൽ നമ്മൾ മെമ്മറിയിൽ നമ്പറിനെ, സൈൻഡ് നമ്പറിനെ, ദാറ്റ് ഈസ് നെഗറ്റീവ് നമ്പറിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2's കോംപ്ലിമെന്റ് മെത്തേഡാണ്. അപ്പൊ 2's കോംപ്ലിമെന്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡും ഫസ്റ്റ് കോംപ്ലിമെന്റ് എന്നുവെച്ചാൽ അല്ലെങ്കിൽ 1's കോംപ്ലിമെന്റ് മെത്തേഡും നമ്മൾ യൂസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു യുണീക്ക് സീറോയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, ഇപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഓരോ നമ്പറിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം. മെമ്മറിയിൽ നെഗറ്റീവ് നമ്പറിനെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? 2's കോംപ്ലിമെന്റ് മെത്തേഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ് 001. അപ്പോൾ -1നെ എങ്ങനെയാണ് എഴുതുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2's കോംപ്ലിമെന്റ് ഓഫ് 1 ആണ് -1. 2's കോംപ്ലിമെന്റ് ഓഫ് 1 എന്ന് വെച്ചാൽ എന്താണ്? 1's കോംപ്ലിമെന്റ് ഓഫ് 1 + 1. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2's കോംപ്ലിമെന്റ് 1ന്റെ എങ്ങനെയാണ്? ഇത് 001 ആണെങ്കിൽ അതെന്താണ്? 110 ആണ് 1's കോംപ്ലിമെന്റ്. +1 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? 2's കോംപ്ലിമെന്റ് ആണ് കിട്ടുക. അതെന്താണ് വന്നിരിക്കുന്നത്? 111. അപ്പോൾ -1ന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 111 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ 2's കോംപ്ലിമെന്റ് ഓരോ തവണയും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 1's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ 1 ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ അതിനൊരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. കാര്യം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതം ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതം പഠിക്കുന്ന സമയത്ത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുകയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താണ് മൈനസ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് അപ്പോഴൊക്കെ നമുക്ക് ഈ 1's കോംപ്ലിമെന്റ് +1 എന്ന് ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്ക് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ, ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. 1നെ എങ്ങനെ എഴുതിയിരുന്നത്? 001. -1നെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 111. അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കിക്കോളാം. റൈറ്റ് മോസ്റ്റ് എൻഡ് നോക്കാം. റൈറ്റിൽ നിന്ന് വരിക, റൈറ്റിൽ നിന്ന് ഒരു 1 വരുന്ന വരെ, ഫസ്റ്റ് 1 വരുന്ന വരെ അങ്ങനെ എഴുതുക. അതിനുശേഷം ഉള്ളതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. അപ്പം എങ്ങനെയാണ് പറഞ്ഞത്? ഒരു നമ്പർ അറിയാമെങ്കിൽ അതിൻ്റെ 2's കോംപ്ലിമെന്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് 1 വരുന്ന വരെ എഴുതുക. അതിനുശേഷമുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ അതിനെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, എഴുതാൻ പറ്റും. ഇനി നമുക്ക് അങ്ങനെ ഓരോ നമ്പറിൻ്റെയും എഴുതി നോക്കാം. 2ന്റെ എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. 2ന്റെ നമ്മൾ 010 എന്ന് എഴുതും. അപ്പോൾ എങ്ങനെയായിരിക്കും -2ന്റെ വരിക? ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിൽ നിന്ന് 1 വരുന്ന വരെ അങ്ങനെ എഴുതുക. അതിന് ശേഷമുള്ളതിൻ്റെ ഇൻവേഴ്സ് എടുക്കാനാണ് പറഞ്ഞത് അല്ലേ. അപ്പം നോക്കിക്കേ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോ. ഈ 01 വരെ അങ്ങനെ എഴുതി ഈ 0യുടെ ഇൻവേഴ്സ് എടുത്തു. അപ്പോൾ എന്താണ്? 110. അപ്പം നിങ്ങളിത് കണ്ടുപിടിക്കാൻ ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് എഴുതി ആഡ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ 3യുടെ എങ്ങനെ എഴുതാൻ നോക്കിക്കേ. 011 ആണ്. -3 എങ്ങനെ എഴുതാം നോക്കിയേ. 1 വരെ എഴുതി, പിന്നെ എന്താണ് ഈ 1ന്റെ 0യുടെ 1. 9ന്റെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ. 1001 1001 നമ്മൾ പഠിച്ചിട്ടുള്ളൂ 8421 കോഡ് വെച്ചിട്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇപ്പം ഇത് നിങ്ങൾ ഈ കൺവേർഷൻ മാത്രം ഒന്ന് നോക്കിക്കോളൂ. അപ്പം 1 വരെ അങ്ങനെ എഴുതി, അതിന് ശേഷം എന്താ ചെയ്തത്? എല്ലാത്തിൻ്റെയും എന്താണ് നമ്മൾ ഇൻവേഴ്സ് എടുത്തു. ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടി ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നമ്പേഴ്സ് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഒക്കെ 2's കോംപ്ലിമെന്റ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ആണോ എന്ന് 1-2 വട്ടം ചെക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തങ്ങ് തറവാകും. ഓക്കെ, അപ്പോൾ
ഇത് ഞാൻ ഈ നമ്പേഴ്സിൻ്റെയൊക്കെ എന്താണ് 2's കോംപ്ലിമെൻ്റ് എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ 0, 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ എഴുതിയിട്ടുണ്ട്. ഒരു 3 ബിറ്റ് നമ്പറിൻ്റെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ -1, -2, -3, -4 എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് സെറ്റിനെ തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യാമെങ്കിൽ നമുക്ക് മനസ്സിലാവും. പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ എല്ലാം MSB 0 ആണ്, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ എല്ലാം MSB 1 ആണ്. അതാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓർത്തോളാം, ഒരു നമ്പറിൻ്റെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ MSB 1 ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്താണ്, അതൊരു നെഗറ്റീവ് നമ്പറാണ്. MSB 0 ആണെങ്കിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ നമ്പർ പോസിറ്റീവ് നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 3 ബിറ്റ് നമ്പറാണ്. 3 ബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 power 3 ആണ്. ദാറ്റ് ഈസ് 8 കോമ്പിനേഷൻസ് വരും അല്ലേ. അപ്പോൾ 8 എണ്ണം വരുമ്പോൾ ആ 8 കോമ്പിനേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 000, 001, 010, 011, 100, 101, 110, 111 അല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ഈ കറക്റ്റ് 2's കോംപ്ലിമെൻ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ, അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ഇപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഒരു 3 ബിറ്റ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര വരും, ടോട്ടൽ 8 നമ്പേഴ്സ് വരും. അതിൻ്റെ ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പോസിറ്റീവ് നമ്പേഴ്സും പകുതി നെഗറ്റീവ് നമ്പേഴ്സ് വരും. ആ പോസിറ്റീവ് നമ്പറിൽ ഇൻക്ലൂഡഡ് ആണ് എന്ത്, 0 എന്ന് പറയുന്നത്. ദറ്റ് ഈസ് 3 ബിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 8 നമ്പേഴ്സ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 0 to 3 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സും -1 to -4 എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സും ആയിരിക്കും. ഇപ്പോൾ 100 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നോക്കാം. 100 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നെഗറ്റീവ് നമ്പറാണ്. വെച്ചാൽ എന്താണ്, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓരോന്നിൻ്റെയും 1, -1, 2, 3 ഇതിൻ്റെ എല്ലാം മൈനസ് വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന 8 കോമ്പിനേഷനിൽ ഇവിടെ വരെ വരുന്നുള്ളൂ. ഒരു കോമ്പിനേഷൻ ഇവിടെ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നി. ആ കോമ്പിനേഷനാണ് എന്ത്, 100. അപ്പോൾ അതിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്ക് കിട്ടിയത് എന്താണ്, ഇത് -4 ആണെന്ന് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി +4 എന്ന് വെച്ചാൽ എന്തായിരിക്കും നോക്കിക്കോളാം. എന്താണ് +4, ഇതാണോ? നമ്മൾ 8421 കോഡ് പഠിച്ചപ്പോൾ നമ്മൾ +4 എന്ന് വെച്ചാൽ +4 എന്ന് പറയുന്നത് ഈ 3 ബിറ്റ് നമ്പറിനകത്ത് വരുന്നതാണോ? അല്ല. +4 എന്ന് വരുമ്പോഴത്തേക്ക് ഏതിലേക്ക് പോയി, 3 ബിറ്റ് നമ്പറിനകത്ത് എന്നുവെച്ചാൽ സൈൻഡ് നമ്പർ സിസ്റ്റം ആണ് നമ്മൾ പറയുന്നത്. അതിൽ എവിടെ വരെ ഉള്ളൂ, പോസിറ്റീവ് നമ്പർ 3 വരെ ഉള്ളൂ. 4 എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് നമ്പറിലേക്ക് പോയി, 4 ബിറ്റിലേക്ക് പോയി. എന്നുവെച്ചാൽ എന്താണ്, +4 ആകുമ്പോൾ എന്താണ്, ഇവിടെ ഒരു എന്തുണ്ട്, MSBയിൽ എന്തുണ്ടാവും, ഒരു 0 ഉണ്ടാവും. അപ്പോൾ ഇതാണ് -4. -4 എന്ന് പറയുന്നത് 100 ആണ്. +4 എന്ന് വെച്ചാൽ എന്താണ്, 0100 ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കിട്ടണം, അത് മറക്കരുത്. അപ്പം നമുക്കിനി നോക്കാം. ഒരു 3 ബിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 8 നമ്പേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക, 0 to 3 പോസിറ്റീവ് നമ്പേഴ്സും വരും, -1 to -4 നെഗറ്റീവ് നമ്പേഴ്സും വരും. ഇനി ഒരു 4 ബിറ്റ് നമ്പർ ആണെങ്കിലോ പകുതിയാണ്, 16 വരിക. 2⁴ 16 നമ്പേഴ്സാണ് വരിക. അതിൻ്റെ പകുതി ദാറ്റ് ഈസ് 0 to 7 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സും വരും, -1 to -8 എന്ന് പറയുന്നതായിരിക്കും ഇതിനകത്തെ നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി 8 ബിറ്റ് നമ്പർ ആണെങ്കിലോ ഇതുപോലെ ഓരോന്നും ഞാൻ നേരെ നമുക്ക് എപ്പോഴും വേണ്ടുന്ന 8 ബിറ്റ് നമ്പേഴ്സ് ആണല്ലോ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. 2�8 എന്ന് പറയുന്നത് എത്രയാണ്, 256 നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ നോക്കിയോളൂ എങ്ങനെയാണ് വരിക, മൊത്തം 256 വരും. അപ്പോൾ അതിൻ്റെ പകുതി ദാറ്റ് 0 to 127 ആയിരിക്കും പോസിറ്റീവ് നമ്പേഴ്സ്, -1 to -128 ആയിരിക്കും നെഗറ്റീവ് നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ ഒരു സൈൻഡ് 8 ബിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും, 0 to 127 പോസിറ്റീവ് നമ്പേഴ്സും അതിനകത്ത് കാണും, -1 to -128 നെഗറ്റീവ് നമ്പേഴ്സും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ നമുക്ക് ഒരു നമ്പറിനെ, ഒരു സൈൻഡ് നമ്പറിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ചില ഒരു സൈൻഡ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നമ്മൾ സൈൻഡ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തതെന്ന് പഠിച്ചു. ഇതൊരു 3 ബിറ്റ് നമ്പറിൻ്റെ കോൺസെപ്റ്റിലാണ് നമ്മൾ പഠിച്ചത്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എത്ര ബിറ്റ് നമ്പറിനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് എഴുതിയിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോഴേക്കും സൈൻഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ ക്ലിയർ ആവും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അൽഗോരിതം നോക്കാം. താങ്ക് യു.